ഹലോ ഹലോ ഫോണ് റേഞ്ചും ഇല്ലേ? ഹലോ ഇതെന്തേത്? ശിവ അമ്മായി ശിവ അവള് വരുന്നു. മെർലിൻ വരുന്നുണ്ടെന്ന്. എനിക്കറിയാൻ പാടില്ല. കയ്യില് ബാഗൊക്കെ ഉണ്ട്. എന്ത് എന്ത് മെർലിൻ വരുന്നുണ്ട്. മെർലിനാ? കയ്യിൽ ബാഗൊക്കെ ഉണ്ടെന്ന്. ബാഗാ? ഞാൻ പറഞ്ഞില്ലേ സ്വപ്നം കണ്ട കാര്യം. അതുപോലെ ബാഗൊക്കെ ആയിട്ടാണ് വന്നത്. ഇങ്ങോട്ടാ? ചേച്ചി ശരിക്കും ബാഗൊക്കെ ഉണ്ട്? ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയേ. അടിച്ച് പറ്റിച്ചു വന്നാണ്ടല്ലോ. ഇപ്പൊ വരുമല്ലോ, കാണ്. ഹായ് മെർലിൻ. ഹായ് മെർലിൻ. ഹായ്. അല്ല, ഈ ബാഗൊക്കെ ആയിട്ട് എങ്ങോട്ടാ? ബാഗ് അല്ല ചേച്ചി ഇപ്പൊ എന്തിനാ എന്നെ കണ്ടപ്പോ ഓടിയത്? അത് താൻ വരുന്ന കാര്യം ഇവരെ അറിയിക്കാൻ വേണ്ടി ഓടിയതാ. അറിയിക്കാൻ? എന്തായാലും വന്നതില് വളരെ 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 സന്തോഷം മെർലിൻ. എന്തേ വന്നേ? എന്താ കാര്യം? സന്തോഷം. ഞാൻ അവിടെ കിടന്ന് കഷ്ടപ്പെട്ടത് എനിക്കല്ലേ അറിയുള്ളൂ. എവിടെ കിടന്ന് കഷ്ടപ്പെട്ടു? തിരുവാങ്കുളത്ത്. അല്ല, തിരുവാങ്കുളത്ത് എന്താ പ്രശ്നം? എന്താ പ്രശ്നം എന്നാ ഇപ്പൊ കേശു ഒന്നും പറഞ്ഞില്ലേ? ഇല്ല, മെർലിൻ പറ. തിരുവാങ്കുളത്ത് എന്റെ ബന്ധുക്കൾ മുഴുവനും ഉണ്ടായിരുന്നു. 1 മാസത്തിനകത്ത് എന്റെ മനസ്സമ്മതം നടത്തണം എന്നായിരുന്നു അവരുടെ എല്ലാവരുടെ അഭിപ്രായം. കഷ്ടപ്പെട്ടാ ഞാൻ ഇങ്ങോട്ട് ചാടിയത്. ചാടിയ എങ്ങോട്ട് ചാടിയെന്ന്? ഇങ്ങോട്ട്. ഇങ്ങോട്ടാ? അല്ല അപ്പൊ വീട്ടുകാരൊക്കെയാ? വീട്ടുകാരൊക്കെ അവിടെ. ഞാൻ ഒറ്റയ്ക്കല്ലേ വന്നേ. അപ്പൊ ഈ ബാഗിലെന്താ? ബാഗിൽ എന്റെ ഡ്രസ്സാ? എന്തിനാ അതുകൊണ്ട് ഇങ്ങോട്ട് വന്നേ? കേശു എവിടെ? കേശു എവിടെ? കേശു പോയി. പോയി. പോയാ? എങ്ങോട്ട്? എങ്ങോട്ട് പോയാ? എങ്ങോട്ടോ പോയി. എവിടെയോ പോയി. ഞാൻ വിളിച്ചപ്പോ ഇവിടെ ഉണ്ടെന്നാണല്ലോ പറഞ്ഞേ. അപ്പ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ പോയി. അവൻ വന്നിട്ട് വേണം കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനാക്കാൻ. ഒരു മിനിറ്റ്. ഇത് ചേച്ചിയുടെ സ്വപ്നത്തിലെ പോലെ തന്നെയാ. ഇവിടെ ഇറങ്ങി പുറപ്പെട്ട് വന്നേക്കോ. എന്തെങ്കിലും പറഞ്ഞു വിട്. എന്നെ കൈ മുറുകെ പിടിക്കണം, ഞാൻ തലറങ്ങി വീഴും. മെർലിനെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ജീവിതത്തില് എടുത്തയാട്ടം ഒന്നിനൊരു പരിഹാരമല്ല. പരിഹാരമല്ല മെർലിനെ, പരിഹാരമല്ല. എടുത്തു ചാടാണ്ട് പറ്റൂല. അച്ഛൻ പറയും എടുത്തു ചാടുന്ന മാട് കലക്കവെള്ളം കുടിക്കുമെന്ന്. കലക്കവെള്ളം കുടിച്ചാലും വേണ്ടില്ല, ഞാൻ എടുത്തു ചാടും. എന്റെ കൊച്ചിനെ ഇത് എന്തും ഭാവിച്ചോണ്ടാ? മെർലിനെ, നിന്റെ 21 വയസ്സല്ല കേശുവിന്റെ 21 വയസ്സ് അല്ലേ അമ്മായി? അല്ലേ? മനസ്സിലായില്ലേ? എന്റെ 21 വയസ്സ് കേശുവിന്റെ 12 വയസ്സാ. മെർലിനെ, അങ്ങനെയല്ല. ഈ പൊതുവെ ആമ്പിള്ളേർക്ക് 21 വയസ്സായാലും ആ ഒരു മെച്യൂരിറ്റി ഒന്നും വരത്തില്ല. ഇപ്പൊ തന്നെ നമ്മുടെ കേശുവിന്റെ കാര്യം ആലോചിക്കേ. ബുദ്ധിയോ ഇല്ല, വിവരവും ഇല്ല, ചുമ്മാ കാളളിച്ച് നടക്കുമല്ലേ? അല്ലേ? കേശുവിന് അത്യാവശ്യം മെച്യൂരിറ്റി ഒക്കെ ഉണ്ടല്ലോ. പക്ഷെ കല്യാണം കഴിക്കാൻ ഈ പ്രശ്നമൊന്നും പോരാ. പിന്നെ വേറൊരു കാര്യം കൂടെ പറയട്ടെ. എടുത്തു ചാടി രജിസ്റ്റർ മാരേജ് ഒന്നും ചെയ്യരുത്. ചെയ്യാനേ പാടില്ല. രജിസ്റ്റർ മാരേജാ? അയ്യേ. അപ്പൊ അങ്ങനത്തെ ചിന്തയൊന്നും ഇല്ല? ഇല്ല. ഇപ്പൊ ഞാൻ ചിന്തിച്ചാലും അവൻ ചിന്തിക്കില്ല. അവന് പേടിയാ. അപ്പൊ കേശവനെയും കൊണ്ട് ഒളിച്ചോടാനാണല്ലേ പ്ലാൻ? പോ ചേർന്ന്. കേശു എന്നെ വിളിക്കാൻ വരില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാന്നറിയോ ഈ മനസ്സമ്മതത്തിന്റെ ചർച്ച ഒന്ന് ഒഴിവാക്കി വിട്ടത്. ചേച്ചി അറിഞ്ഞാ? ലജ്ജി ചേച്ചി സ്വപ്നം കണ്ട്. എന്ത്? ചേച്ചിയും കേശവനായിട്ട് കല്യാണം കഴിക്കുന്നത്. അത് മിക്കവാറും സ്വപ്നമായിട്ട് തന്നെ ഇരിക്കുള്ളൂ എന്നാ തോന്നണേ. നടക്കണ ലക്ഷണമൊന്നും ഞാൻ കാണുന്നില്ല. എന്റെ മെർലിനെ, നീ ഒന്ന് സമാധാനപ്പെട്. എല്ലാം നടക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് നടക്കേണ്ട പോലെ നടക്കും. ഇപ്പൊ നീ എന്താ ചെയ്യേണ്ടത്? ആ മനസ്സമ്മതം ഒന്ന് നീക്കി അങ്ങ് വെക്കുക, അല്ലേ? കാലം വെയിറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ, അല്ലേ? അതെ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.